blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ രണ്ടാമത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. അപ്പോൾ തന്നെ ഇന്നത്തെ ദിവസം എല്ലാവിധ അനുഗ്രഹങ്ങളും ഭാവുകങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ സാമ്പത്തിക സഹായികൾ എന്നുള്ളത് രണ്ടുപേർ കൂടി ചേർന്നിട്ടാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പുളിങ്കുന്നത്തുള്ള സിന്ധു രാമകൃഷ്ണന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിന്ധുവിന് വേണ്ടി, തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് അലർജിയിൽ നിന്ന് പരിപൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ കർത്താവെ. മകൻ ഗോകുൽ കൃഷ്ണന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ വിദ്യാഭ്യാസത്തിൽ ഉയർന്ന വിജയം അങ്ങ് കൊടുക്കണമേ. ദൈവം, ഞങ്ങളുടെ രണ്ടാമത്തെ സാമ്പത്തിക സഹായി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ന്യൂജേഴ്സിയിൽ നിന്നുള്ള വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തന്നെ അനുഗ്രഹിക്കണമേ. തൻ്റെ ഇളയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്യൂട്ടബിളായിട്ടുള്ള ഒരു ലൈഫ് പാർട്ട്ണറെ കൊടുത്ത് അങ്ങ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ആരോഗ്യം തൻ്റെ ഭർത്താവിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പുറകിൽ പ്രവർത്തിച്ച രണ്ട് സാമ്പത്തിക സഹായികളോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പാറശാല ജൂലൈ 28 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷീല ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എതിർവശം, പാറശാല. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവല്ല ജൂലൈ 29 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷാരോൺ ഫെലോഷിപ്പ് ഓഡിറ്റോറിയം, തിരുവല്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നൊരു പ്രോഗ്രാമാണ് ഇത്. നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ലൈഫിനെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ നല്ല ആത്മീക ജീവിതത്തെയും എങ്ങനെ ബിൽഡപ്പ് ചെയ്യാം, സമൂഹത്തിൽ എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാം എന്നൊരു മാതൃകയും കൂടാണ് നമുക്കിത് കാട്ടിത്തരുന്നത്. പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പല പ്രേരണയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന, പല ടെംപ്റ്റേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന യുവജനങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും എളുപ്പത്തിലും കിട്ടുന്ന ഒരു മീഡിയയും കൂടാണ് ഈ ബ്ലെസ്സിംഗ് ടുഡേ എന്ന് പറഞ്ഞ പ്രോഗ്രാം. ഇപ്പോൾ സിസ്റ്റർ ക്ഷമ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം. നിങ്ങളുടെ അവസ്ഥ ഏതാണെങ്കിലും, നിങ്ങളുടെ സ്ഥിതി ഏതാണെങ്കിലും, ഏത് പാപത്തിന്റെ പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു പോകുകയാണെങ്കിലും, യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന ആ രക്തത്താൽ ആദ്യമേ ഒരു സ്പർശനം കർത്താവ് നൽകാനായിട്ട് പോവുകയാണ്. അനുഗ്രഹം പ്രാപിക്കും. ചില സമയത്ത് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഹിതമായിട്ടുള്ള പ്രാർത്ഥനയാണെങ്കിലും ദൈവം പറയും യെസ് എന്ന് പറഞ്ഞിട്ട് അത് ഉടനടി ലഭിച്ചെന്നിരിക്കും. ചില സമയങ്ങളിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം യെസ് എന്ന് പറയും, പക്ഷേ ആ സമയത്ത് കുറച്ച് സമയങ്ങൾ ചിലപ്പോൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നാം പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മറുപടികൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പക്വതയിലേക്ക് നമ്മളൊന്ന് എത്തിച്ചേരണം. ചിലപ്പോൾ ഒരു പെൺകുട്ടി ഒരു 3 വയസ്സുള്ള പ്രായഘട്ടത്തിൽ ആ പെൺകുട്ടി കത്തി വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ കത്തി എടുത്ത് കൊടുക്കാറുണ്ടോ? കൊടുക്കില്ല. കാരണം എന്ത് സംഭവിക്കും, ആ പ്രായത്തിൽ അവളുടെ കയ്യിൽ ആ കത്തി കിട്ടിക്കഴിഞ്ഞാൽ അവൾ എന്ത് സംഭവിക്കാം, കൈമുറിക്കാം, വലിയൊരു അപകടം അവൾക്ക് ഉണ്ടായേക്കാം. അതുകൊണ്ട് നമ്മൾ ആരും 3 വയസ്സുള്ളൊരു പെൺകുട്ടി കത്തി ചോദിച്ചാൽ കൊടുക്കുകയില്ല. പക്ഷേ ഒരു 13 വയസ്സുള്ളൊരു പെൺകുട്ടി കത്തി ചോദിക്കുകയല്ല, നമ്മൾ പുറകെ നടന്നിട്ട് പറയും, എൻ്റെ പൊന്നു മോളെ ഉള്ളി നന്നാക്കടി മോളെ, പുറകെ നടന്നിട്ടാ പറയുന്നത് 13 വയസ്സുകാരി പെൺകുട്ടിയോടല്ലേ. കത്തിപ്പിടി എന്നാണ് ഇന്നത്തെ അമ്മമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 13 വയസ്സുള്ളൊരു പെൺകുട്ടിയുടെ കയ്യിൽ കത്തി കൊടുക്കാൻ നമ്മൾ വില്ലിംഗ് ആണ്. കാരണം എന്തുകൊണ്ടാണ്, ആ പെൺകുട്ടിക്ക് അത് കൈകാര്യം ചെയ്യുവാനുള്ള പക്വതയുണ്ട് എന്ന് നമുക്കറിയാം. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് ചിലപ്പോൾ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ അത് കൈകാര്യം ചെയ്യുവാനുള്ള പക്വത നിങ്ങൾക്കായിട്ടില്ലെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടി വൈകിയെന്നിരിക്കും. എത്ര പേർ ആമേൻ പറയും? സാമ്പത്തികമായുള്ള വിടുതൽ വേണം എന്നുള്ള പ്രാർത്ഥനയാണെങ്കിൽ ദൈവം വഴി തരും, നന്മകൾ തരും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു പറച്ചിലുണ്ടല്ലോ, കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയിരിക്കുന്ന പോലെയാണ് അവന്റെ കയ്യിൽ 100 രൂപ കിട്ടിയാൽ എന്ന് പറയുന്ന അതേ നിലപാടിലാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ നിങ്ങൾക്ക് പക്വതയായിട്ടില്ല. സാമ്പത്തിക നന്മയുടെ മറുപടികൾ, പ്രാർത്ഥനാ മറുപടികൾ നിങ്ങൾക്ക് വൈകിപ്പോകും. ചില കാര്യങ്ങളിൽ ആ പക്വതയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഹല്ലേലൂയ. ചില കാര്യങ്ങളിൽ ഭർത്താക്കന്മാർ മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കാത്ത ഭാര്യമാരില്ല. ചിലപ്പോൾ നിങ്ങളുടെ സംസാര രീതികളിൽ, നിങ്ങളുടെ ജീവിത ശൈലികളിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മനോഭാവങ്ങളിൽ ഇടപെടുന്ന കാര്യത്തിൽ
പക്വതകൾ ആവശ്യമുണ്ട്. അത്തരം പക്വതകളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമ്പോൾ ആ പ്രാർത്ഥനകൾക്ക് മറുപടികൾ എത്തിച്ചേരുകയാണ്. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? 3 വയസ്സുകാരി പെൺകുട്ടിയുടെ കയ്യിൽ കത്തി കൊടുക്കാത്തത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ചിലപ്പോൾ മറുപടികൾ ലഭിക്കാത്തത് നമ്മുടെ പക്വതകളില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ആത്മീകമായ പക്വതയിലേക്ക്, ദൈവവചന അടിസ്ഥാനത്തിലുള്ള പക്വതയിലേക്ക് നാം വളർന്നു വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേഗത്തിൽ മറുപടികൾ ലഭിക്കാനായി തുടങ്ങും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലും. എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം യെസ് എന്ന് പറയും, പക്ഷേ ദൈവം തുറക്കുന്ന വഴി മറ്റൊരു വഴിയായിരിക്കും. ഹല്ലേലൂയ. ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും, ഗൾഫിൽ നിന്നൊരു വഴി വരണേ, ഗൾഫിൽ നിന്നൊരു വഴി വരണേ. പക്ഷെ ഗൾഫിൽ നിന്നൊന്നും ആയിരിക്കില്ല വഴി വരാൻ പോകുന്നത്, വീടിൻ്റെ തൊട്ട് സൈഡിൽ നിന്നായിരിക്കും വഴി വരാൻ പോകുന്നത്. ഹല്ലേലൂയ. എത്ര പേരൊരു ഹല്ലേലൂയ പറയും? ശബ്ദമുയർത്തിയൊരു ഹല്ലേലൂയ പറയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇന്ന വഴിയിലായിരിക്കും വരാൻ പോകുന്നതെന്ന്. പക്ഷെ മറ്റൊരു വഴിയിൽ, പക്ഷെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത, എനിക്ക് എളുപ്പമായിട്ടുള്ള, എനിക്ക് വളരെ വളരെ എളുപ്പമായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന, എനിക്ക് വലിയ ബേർഡനൊന്നുമില്ലാത്ത വഴികളാണ് ദൈവം എനിക്ക് വേണ്ടി തുറന്ന് തന്നിട്ടുള്ളത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, ദൈവം തുറക്കുന്ന വഴി മതി. പറയേ. വേറൊരാളെ നോക്കിയിട്ട് പറ, ദൈവം തുറക്കുന്ന വഴി മതി. നമ്മൾ ആഗ്രഹിക്കുന്ന വഴികളേക്കാൾ ദൈവം തുറക്കുന്ന വഴിയാണ് ഏറ്റവും നല്ല വഴി എന്നുള്ളത്. ഇവിടെ ഈ മനുഷ്യൻ്റെ സൗഖ്യം ഞാൻ നേരത്തെ പറഞ്ഞു, 2 സ്റ്റേജിലായിട്ടാണ് ഈ മനുഷ്യൻ്റെ സൗഖ്യം നടക്കുന്നത്. ഒന്ന്, യേശു കർത്താവ് അവനെ പുറത്തു കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ചു. ഹല്ലേലൂയ. എന്താണ് ആദ്യം ചെയ്തത്? അവൻ്റെ കണ്ണിൽ തുപ്പി. നമ്മൾ ഓർക്കും, ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഒരു മനുഷ്യൻ്റെ കണ്ണിലൊക്കെ തുപ്പാമോ എന്ന് നമ്മൾ ചിന്തിച്ചു. എന്നാൽ അന്നത്തെ കാലത്ത് കണ്ണിൽ തുപ്പുക അല്ലെങ്കിൽ രോഗമുള്ള ഭാഗങ്ങളിൽ തുപ്പുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് അതൊരു പ്രശ്നമായിരുന്നില്ല. കാരണം പല ആളുകളും, അന്നത്തെ വൈദ്യന്മാരൊക്കെയും അവരുടെ മരുന്നുകളെല്ലാം തന്നെ പലപ്പോഴും തുപ്പലുമായി കൂട്ടി കലർത്തിയിട്ടാണ് അവർ പലപ്പോഴും എന്ത് ചെയ്തത്? ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് തുപ്പുക എന്ന് പറയുന്നത് ഒരിക്കലും അവഹേളനമായിരുന്നില്ല, അതൊരു ചികിത്സാ മുറയായിരുന്നു. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ ആയുർവേദത്തിൻ്റെ ചില ചികിത്സാ മുറകളുണ്ട് അല്ലേ? അതൊന്നും ഒരിക്കലും അയാളെ മർദ്ദിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ, അയാളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ? ഒരിക്കലുമല്ല. എന്ന് പറയുന്ന പോലെ അന്ന് ഇങ്ങനെ തുപ്പുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അവഹേളനമായിരുന്നില്ല, അതൊരു ചികിത്സയുടെ മാർഗം മാത്രമായിരുന്നു. എന്നാൽ യേശു കർത്താവ് ഒരു മരുന്നും ഒന്നും കൂട്ടിച്ചേർത്തില്ല. യേശു നേരെ ആ മനുഷ്യൻ്റെ കണ്ണിലേക്ക് തുപ്പി. ഹല്ലേലൂയ. എന്താണ് ഇവിടെ കാണുന്നത്? യേശു കർത്താവിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വന്നതാണ് ഉമിനീരെന്ന് പറയുന്നത്. യേശു കർത്താവിൻ്റെ മരണം അന്നുവരെയും നടന്നിട്ടില്ലാത്തത് കൊണ്ട് അന്ന് യേശുവിന് ഒരു സൗഖ്യത്തിന് വേണ്ടിയിട്ട് തൻ്റെ വായിൽ നിന്നുള്ള ഉമിനീരിനെ ഉപയോഗിക്കണമായിരുന്നു. എന്നാൽ ചില മാസങ്ങൾക്ക് ശേഷം യേശു കർത്താവ് കാൽവരി ക്രൂശിൽ രക്തം ചിന്തി താൻ മരണം വരിച്ചതിന് ശേഷമായിട്ട് തൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഒഴുകിയത് തൻ്റെ രക്തം തന്നെയായിരുന്നു. ഹല്ലേലൂയ. അന്ന് വരെ ഉമിനീരിനാൽ ഒരു സൗഖ്യം നടന്നെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് ചരിത്രത്തിൽ ഇന്നുവരെയും രോഗസൗഖ്യം നടക്കുന്നത് യേശു കർത്താവിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്കൊഴുകുന്ന യേശുവിൻ്റെ രക്തത്താലാണ്. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? ശബ്ദമുയർത്തിയൊരു ഹല്ലേലൂയ പറയും? അതുകൊണ്ട് ഇന്ന് ഒരു പക്ഷേ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, എനിക്ക് എൻ്റെ കണ്ണിന് യാതൊരു അന്ധതയുമില്ലല്ലോ, എൻ്റെ കണ്ണ് കുരുടല്ലല്ലോ, എനിക്ക് ഒരു പ്രശ്നമില്ലല്ലോ എന്നിവിടെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ബൈബിൾ നാം പഠിക്കുമ്പോൾ കുരുട് എന്ന് പറയുന്നത്, അന്ധത എന്ന് പറയുന്നതിന് ആത്മീയമായ ചില അർത്ഥമുണ്ട്. പഴയ നിയമത്തിൽ നാം അന്ധതയുള്ളവരെ കുറിച്ച് അല്ലെങ്കിൽ കുരുടന്മാരെ കുറിച്ച് പറയുന്നത് അവരുടെ പാപത്തിൻ്റെ പ്രവൃത്തി നിമിത്തമാണ് അവർക്ക് അന്ധതയുണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും, പാപത്തിന് പകരമായിട്ട് അന്ധതയെ കാണുവാനായി സാധിക്കും. മനുഷ്യൻ്റെ ജീവിതത്തിൽ വിവിധ തെറ്റുകൾ നാം ചെയ്യുമ്പോൾ, വിവിധ പാപങ്ങൾ നാം ചെയ്യുമ്പോൾ, വിവിധ ബലഹീനതകളിലൂടെ പോകുമ്പോൾ, ദുശ്ശീലങ്ങളിലൂടെ നാം പോകുമ്പോൾ, നാം സത്യത്തിൽ അന്ധന്മാരായി ജീവിക്കുകയാണ്, കുരുടന്മാരായി ജീവിക്കുകയാണ്. ഈ അന്ധതയ്ക്ക് പരിഹാരം നൽകുവാൻ ഈ ലോകത്തിൽ ഒരു മരുന്നിനും സാധ്യമല്ല. അതിനൊരൊറ്റ
ഒരൊറ്റ മരുന്നേയുള്ളൂ ആത്മീക അന്ധതയ്ക്ക്, പാപത്തിന്, ബലഹീനതയ്ക്ക്, അതുപോലെ ദുശീലങ്ങൾക്ക് പരിഹാരമായിട്ട് യേശുവിൽ നിന്ന് ഒഴുകുന്ന ആ ചുടുരക്തത്തിന് മാത്രമേ ഇതിനൊരു മാറ്റം നൽകാനായി സാധിക്കുകയുള്ളൂ. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? കൈകൾ ഉയർത്തിയിട്ട് ഉറക്കെ പറയാമോ? യേശുവിന്റെ രക്തം. ശബ്ദമുയർത്തി പറയാമോ? യേശുവിന്റെ രക്തം. അല്പം കൂടെ ശബ്ദമുയർത്തി. യേശുവിന്റെ രക്തത്താലാണ് ഇന്ന് എന്ത് നടക്കുന്നത്? വിടുതൽ നടക്കുന്നത്, സൗഖ്യം നടക്കുന്നത്, അത്ഭുതം നടക്കുന്നത്. ഹല്ലേലൂയ. ഒരിക്കൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് യാത്ര പോകുന്ന വഴിക്ക് യേശു കർത്താവ് ഒരു സ്ത്രീയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അതിനിടയിൽ ശിഷ്യന്മാർ ഭക്ഷണം കഴിച്ചില്ല എന്നോർക്കുകയും അവരുടെ വിശപ്പ് അധികമാകുകയും ചെയ്യുന്ന നിമിത്തമായിട്ട് അവർ പുറത്തേക്ക് പോയി ഭക്ഷണം വാങ്ങുവാനായിട്ട് പോയി. എന്നാൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ യേശുവും ആ ശമര്യക്കാരി സ്ത്രീയുമായിട്ടുള്ള സംഭാഷണമെല്ലാം കഴിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. യേശുവിനോട് ഭക്ഷണത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം തികക്കിയത്രേ എൻ്റെ ആഹാരം, എൻ്റെ പിതാവിൻ്റെ വേല തികക്കിയത്രേ എൻ്റെ ആഹാരം എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഹാരം എന്ന് ബൈബിൾ പറയുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യത്തിനും സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ് ദൈവവേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ദൈവവേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധ്യമല്ലെങ്കിൽ ദൈവവേലയെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പല വിധത്തിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ബ്ലെസ്സിങ് ടുഡേ എന്ന് പറയുന്ന ഈ TV പ്രോഗ്രാം ഇതൊരു ദൈവവേല പ്രവർത്തനമാണ്. ഈ ഒരു പ്രവർത്തനത്തെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഏതൊക്കെ വിധത്തിലാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു മിസ്ഡ് കോൾ ചെയ്യുക മാത്രം ചെയ്താൽ മതി. 0484222133 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ ചെയ്യുക. ഞങ്ങളുടെ ശുശ്രൂഷകന്മാർ നിങ്ങളെ തിരികെ വിളിക്കുന്നതാണ്. ഏത് വിധത്തിൽ ഈ ഒരു മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും അവർ നിങ്ങളോട് പറയുന്നതാണ്. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവരാജ്യത്തെ പണിതുകൊണ്ട് നമ്മുടെ എല്ലാ മേഖലകളിലും സംതൃപ്തിയോടെ ഒരു ജീവിതം നയിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് ഇടവരുത്തട്ടെ. ഈ മനുഷ്യനെ യേശു കർത്താവ് എന്ത് ചെയ്തു? എന്നിട്ട് അവൻ്റെ കൈക്ക് പിടിച്ചു. എന്നിട്ട് അവനോട് ചോദിച്ചു, എന്തോ ഒരു കാര്യം ചോദിച്ചല്ലോ, നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ മേൽപോട്ട് നോക്കി. എന്ന് വെച്ചാൽ അവൻ ഇരിക്കുകയായിരുന്നു എന്നാണ് അർത്ഥമാക്കേണ്ടത്. അവൻ ഇരിക്കുകയായിരിക്കാം. അവൻ മേൽപോട്ട് നോക്കി. എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യരെ കാണുന്നു എന്ന് പറയുന്നെങ്കിൽ, മരങ്ങൾ നടക്കുന്ന പോലെ എന്ന് പറയുന്നെങ്കിൽ, ഈ മനുഷ്യന് ഇതിനു മുൻപ് മരങ്ങളെ കണ്ടു കാണും. ഹല്ലേലൂയ. മനുഷ്യരെ അവൻ കണ്ടിട്ടുണ്ട്, മരങ്ങളെ അവൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അവൻ പിറവിയിലെ ഒരു കുരുടനല്ലായിരുന്നു. ഒരിക്കൽ കാഴ്ചയുണ്ടായിട്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഒരു കുരുടനായിരിക്കാം ഈ മനുഷ്യൻ എന്നുള്ളത്. ഞാൻ പറയട്ടെ, ഒരിക്കൽ ആത്മീക കാഴ്ചപ്പാടുണ്ടായി, ആത്മീകമായ തെളിച്ചമുണ്ടായി, വളർച്ചയുണ്ടായി, പാട്ടുപാടിയിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു, ആരാധനയ്ക്ക് പോയിരുന്നു. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള പാട്ട് നഷ്ടമായി പോയി, പ്രാർത്ഥന നഷ്ടമായി പോയി, ആരാധന നഷ്ടമായി പോയി, പ്രാർത്ഥനാ ജീവിതത്തിൽ കുറഞ്ഞുപോയി എന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ മങ്ങിയിരിക്കുകയാണ്, നിങ്ങളുടെ കാഴ്ച ശക്തി കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ കൂടെ സൗഖ്യമാക്കി അവൻ്റെ കാഴ്ച ശക്തി കൊടുക്കുവാൻ ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ യേശു കർത്താവ് ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ കാണുന്നത് 25-ാമത്തെ വചനത്തിൽ യേശു കർത്താവ് പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചാറേ അവന് സൗഖ്യം പ്രാപിച്ച് മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു. എങ്ങനെ കണ്ടു? അല്പം കൂടെ ഉറക്കെ പറഞ്ഞേ. സ്പഷ്ടമായി കണ്ടു. ഹല്ലേലൂയ. രണ്ടാമത്തെ സ്റ്റേജിൽ യേശു വീണ്ടും അവൻ്റെ മേൽ കൈവച്ചു. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കാമോ? യേശു ആദ്യം തൻ്റെ അകത്തുനിന്ന് പുറത്തേക്കൊഴുകിയ ഉമിനീരിനാൽ ഒരു സൗഖ്യം നടത്തി, ആദ്യത്തെ സൗഖ്യം. എന്നാൽ രണ്ടാമത് യേശുവിൻ്റെ ഒരു സ്പർശനത്തിൻ്റെ സൗഖ്യം കൂടെ അവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്നിവിടെ ഈ രണ്ട് സൗഖ്യങ്ങളും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ രോഗം ഏതാണെങ്കിലും, നിങ്ങളുടെ അവസ്ഥ ഏതാണെങ്കിലും, നിങ്ങളുടെ സ്ഥിതി ഏതാണെങ്കിലും, ഏത് പാപത്തിൻ്റെ പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു പോകുകയാണെങ്കിലും യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന ആ രക്തത്താൽ ആദ്യമേ ഒരു സ്പർശനം കർത്താവ് നൽകാനായിട്ട് പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാമോ? അതത് സ്ഥലങ്ങളിൽ ഈ സമയത്ത് എഴുന്നേറ്റ് നിന്നാലും കണ്ണുകൾ അടച്ച് രണ്ട് കൈകളും നെഞ്ചോട് ചേർത്ത് വെച്ച് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചേ. കർത്താവേ,
എന്തിലാണ് നമ്മുടെ അന്ധത ഇരിക്കുന്നത്? കുരുട്ട് കണ്ണുള്ളത് എവിടെയാണ്? നമുക്കൊന്ന് മാനസാന്തരപ്പെടാനുള്ളത്, നമ്മുടെ തെറ്റുകൾ ഏറ്റു പറഞ്ഞ് നമുക്കൊന്ന് ഉപേക്ഷിക്കാനുള്ളത്. ഈ സമയത്ത് കർത്താവിനോട് അതൊന്ന് ഏറ്റു പറയാൻ തുടങ്ങിയാൽ, കർത്താവേ, ഇന്ന സ്ഥലത്ത് ഈ കാര്യത്തിൽ ഞാനൊരു കുരുടനാണ് കർത്താവേ. കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ ശരിയായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട്, ശരിയായിട്ടൊന്ന് ആരാധിച്ചിട്ട്, പണ്ട് ഞാൻ എങ്ങനെ കർത്താവിന് വേണ്ടി നിന്നതാണ്, അതെനിക്ക് നഷ്ടമായിപ്പോയി. ഇങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ ഇനി മെല്ലെ മെല്ലെ കൈകൾ ഉയർത്തി, കർത്താവേ പോരെ കർത്താവേ, ഈ ആദ്യത്തെ ഘട്ടം പോരെ കർത്താവേ, എനിക്കിനി ഒരു സ്പർശനം കൂടെ വേണം. ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു പുതിയ വ്യക്തത, എല്ലാറ്റിനും ഒരു വ്യക്തത സ്പഷ്ടമായി കാണത്തക്ക വിധത്തിൽ എൻ്റെ ജീവിതത്തെ ശരിയായ ദിശയിലേക്ക് പോകുവാനായി എനിക്ക് അങ്ങയുടെ ഒരു സ്പർശനം വേണം കർത്താവേ. കൈകൾ ഉയർത്തി കണ്ണുകൾ അടച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ യേശു തൊടട്ടെ. ഈ പ്രാർത്ഥനാ സമയത്ത് ആരും ചുമ്മാ നിൽക്കല്ലേ, എന്നെ തൊടണമേ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ, ഉറക്കെ പ്രാർത്ഥിച്ച് യേശുവേ എന്ന് വിളിച്ച്, മറ്റെന്തിനേക്കാളും ഉറക്കെ ഈ കാര്യത്തിനൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ എന്നെ തൊടണമേ കർത്താവേ. കർത്താവ് നിങ്ങളെ നേരിട്ട് വന്ന് തൊടട്ടെ. ഒരു ദൈവദാസനോ ദൈവദാസിയോ നിങ്ങളുടെ മുൻപിൽ ഒരുപക്ഷെ ഇപ്പോൾ വന്നില്ലായിരിക്കാം, സാരമില്ല. പക്ഷെ യേശു നിന്നെ തൊട്ട് മുൻപിൽ ഇതാ നിൽക്കുകയാണ്. അവനൊന്ന് വന്ന് നിന്നെ തൊടട്ടെ. എന്നെ ഒന്ന് വന്ന് തൊടണമേ കർത്താവേ. വ്യക്തതയില്ലാത്ത കാഴ്ചപ്പാടുമായിട്ടാണ് ദൈവമേ ഞാൻ നിൽക്കുന്നത്. പലതിലും എനിക്ക് വ്യക്തതയില്ല കർത്താവേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പോകുന്ന കാര്യങ്ങളിൽ എനിക്ക് വ്യക്തതയില്ല കർത്താവേ. പലതിലും തടസ്സമായിട്ട് മങ്ങിയ കാഴ്ചയോടെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ കാര്യങ്ങൾ പലതും നടന്നു പോകുന്ന മങ്ങിയാണ് കർത്താവേ. യഥാർത്ഥ പ്രകാശത്തിൽ എൻ്റെ കാര്യങ്ങൾ ശരിയായ വിധത്തിൽ മുന്നോട്ട് പോകുന്നില്ല. കൈകൾ ഉയർത്തി നിൽക്കുമ്പോൾ അടുത്തൊരു കാര്യം കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും കർത്താവിനോട് സമ്മതിച്ചേ, കർത്താവേ നീ എനിക്ക് തരുന്ന നന്മകൾ ഞാൻ വിചാരിക്കുന്ന വഴിയിലൂടെ അല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല കർത്താവേ. കർത്താവിനോട് പറ, അത് സാരമില്ല കർത്താവേ, ഞാൻ അങ്ങയുടെ വഴിക്ക് വേണ്ടി സമ്മതിക്കുന്നു, അങ്ങയുടെ ഇഷ്ടത്തിനു വേണ്ടി സമ്മതിക്കുന്നു. അങ്ങയുടെ ഹിതപ്രകാരമുള്ള വഴിയിലൂടെ ആ നന്മകൾ എൻ്റെ ജീവിതത്തിൽ എത്തിച്ചേരട്ടെ കർത്താവേ.
ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി പ്രയർ കോൾ സെന്ററിൽ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായിട്ട് ഒരു ദിവസം അമ്മ പറയുന്നത്, രാത്രി കിടന്നപ്പോൾ പെട്ടെന്ന് അമ്മയുടെ ഉള്ളിൽ തോന്നുകയാണ്, കുഞ്ഞിന്റെ കഴുത്തിൽ അവിടെ ഒരു കുഴിയുണ്ടോ എന്നൊന്ന് നോക്കാനായിട്ട് പറയാം. അപ്പൊ രാത്രി തന്നെ എഴുന്നേറ്റ് പോയി ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ ആ കുഴി അവിടെ കാണാനില്ല. ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. ഈ സഹോദരിയുടെ പേര് അനീന. ഈ സഹോദരിക്ക് പ്രഗ്നൻസിക്ക് മുൻപ് HB കൗണ്ട് അല്പം കുറവായിരുന്നു. അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ ചെയ്തു. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ തനിക്ക് ആദ്യത്തെ സ്കാൻ ചെയ്തപ്പോൾ തൻ്റെ HB കൗണ്ട് അത് 7 പോയിൻ്റായിട്ട് കുറഞ്ഞു. അത് വളരെ അപകടകരമായൊരു കൗണ്ടാണത്. ഇവരിങ്ങനെ ഇവിടുത്തെ ഒരു ചെക്കപ്പിന് ശേഷം ഈ അമ്മയുടെ നാട് ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്. അവിടെ അത് ചെക്കപ്പ് ചെയ്തപ്പോഴും സെയിം തന്നെയായിരുന്നു. അതിനുശേഷം ഇവർക്ക് ESIയുടെ റിലേറ്റഡ് ആയിട്ട് ഇവർ വേറൊരു ഹോസ്പിറ്റൽ ആലപ്പുഴയിലേക്ക് ചെന്നപ്പം അവിടെ ചെന്നപ്പോഴും സെയിം തന്നെയായിരുന്നു കൗണ്ട് എല്ലാം ആ ഒരു കണ്ടീഷൻ. അപ്പോൾ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തപ്പോൾ ചോദിച്ചു, ഈ ഒരു കൗണ്ടുള്ള ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ഡോക്ടർ ചോദിച്ചത്. ഇത്രയും അപകടകരമായ നിലയിലേക്ക് താഴ്ന്നിരുന്നു. അതിന് ആ ഒരു കൗണ്ട് കൂടാനുള്ള കുറേ മരുന്നും അതും ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു പ്രഗ്നൻസി ടൈമിൽ. പക്ഷേ അതൊന്നും യാതൊരു രീതിയിൽ ഫലം ചെയ്തില്ല. ഈ അമ്മ ഏകദേശം 3 വർഷമായിട്ട് നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണുന്ന ഒരു വ്യക്തിയാണ്. അമ്മ ആ ഒരു ദിവസം അമ്മ കോൾ സെൻറ്ററിലേക്ക് വിളിച്ച് മകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച കൂട്ടത്തിൽ അമ്മയും അവരോട് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. ഇത് പറയുന്നത് 3-ാം മാസത്തെ സ്കാനിന് വേണ്ടിയിട്ട് ഇവർ ആലപ്പുഴയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് 15 ആയിട്ട് അത് കൂടി, ഇരട്ടിയായി. ഡോക്ടേഴ്സിന് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ കുറഞ്ഞിട്ട് അത് കൂടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഈ അമ്മ പറയുന്നത് പ്രഗ്നൻറ്റ് ടൈമിലേക്ക് വന്നപ്പോൾ സിസേറിയൻ ആയിരുന്നു തനിക്ക് ചെയ്തത്. തനിക്ക് യാതൊരുവിധ ബ്ലഡിൻ്റെ റിക്വയർമെൻറ്റും വന്നില്ല. ഒരു രീതിയിലും ബ്ലഡ് നഷ്ടപ്പെടുകയോ വേറെ ഒരു രീതിയിലും ആ കൗണ്ട് പിന്നീട് താഴ്ന്നില്ല എന്നാണ് അമ്മ പറയുന്നത്. സ്ഥിരമായിട്ട് അതുപോലെ തന്നെ നിന്നു. അത് മാത്രമല്ല ഈ കൊച്ച് ജനിക്കുന്ന സമയത്ത് കൊച്ചിന് 1-2 ഡിഫക്റ്റുകളുണ്ടായിരുന്നു. ചെവി ഇങ്ങനെ ഒരു വശത്തെ ചെവി ഇങ്ങനെ കൂടിയിരിക്കുകയായിരുന്നു. ഏത് ചെവിയായിരുന്നു? ഈ ഭാഗത്ത് ചെവി ഇങ്ങനെ കൂടിയിരിക്കുകയായിരുന്നു. അത് മാത്രമല്ല ഈ കുഞ്ഞിന്റെ ഈ ഒരു കഴുത്തിന്റെ ഈ ഒരു ഭാഗത്ത് ഒരു അകാരണമായ ഒരു കുഴി രൂപപ്പെട്ടു. അതെവിടെയായിരുന്നു? ഈ ഭാഗത്ത് കുഴി തല പുറകിലേക്ക് നീണ്ടും ഇരുന്നിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് അവരിരുന്നത്. കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത് അത് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്ന കുറേ ഇതൊക്കെ പ്രയാസപ്പെട്ട് ചെവി നേരെയാക്കി. പക്ഷേ ഈ കുഴിയുടെ കാര്യം അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അവരങ്ങനെ തന്നെ അത് ഡോക്ടറെ കണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് കമന്ന് കിടക്കുന്ന സമയത്തൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്തൊരു ട്രീറ്റ്മെൻറ്റ് റെഫർ ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അല്ലെ അമ്മ പറയുന്നത് ഇവർ പ്രയർ കോൾ സെൻറ്ററിൽ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായിട്ട് ഒരു ദിവസം അമ്മ പറയുന്നത്, രാത്രി കിടന്നപ്പോൾ പെട്ടെന്ന് അമ്മയുടെ ഉള്ളിൽ തോന്നുകയാണ്, കുഞ്ഞിന്റെ കഴുത്തിൽ അവിടെ ഒരു കുഴിയുണ്ടോ എന്നൊന്ന് നോക്കാനായിട്ട് പറയാം. അപ്പൊ രാത്രി തന്നെ എഴുന്നേറ്റ് പോയി ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ ആ കുഴി അവിടെ കാണാനില്ല. കുഴി നകന്നു. ഞാൻ നോക്കുമ്പോൾ തലയൊന്നും ഇപ്പൊ നീണ്ടിരിക്കുന്നില്ല, നല്ല ഷേപ്പുള്ള തലയാണ്. 1 വർഷം ഇപ്പോൾ അടുത്ത മാസം എന്തോ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ്. കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ്. ഒരു പ്രശ്നവുമില്ല, എല്ലാം ഓക്കെ ആയി നോർമലായി കർത്താവ് അത്ഭുതം ചെയ്തു എന്ന് അവർ പറഞ്ഞു. നിങ്ങളൊരു പരമ്പര തന്നെ കർത്താവ് ഈ കുടുംബത്തിൽ ചെയ്തു കൊടുത്തു. കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. ഹല്ലേലൂയ. കർത്താവെ, തിരുനാമത്തിൽ ഈ പൈതലിനെ അനുഗ്രഹിക്കുന്നു. അങ്ങ് ചെയ്ത എല്ലാ മിറക്കിൾസിനുമായി നന്ദി. എൻ്റെ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അമ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം. ആമേൻ. ഇപ്പോൾ കേട്ട ദൈവിക സന്ദേശത്തിൻ പ്രകാരം, അത്ഭുത സാക്ഷ്യം പ്രകാരം നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. വരൂ, നമുക്ക് വിശ്വാസത്തോടെ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കാം. ഇനി ഇത് പ്രാർത്ഥനയുടെ സമയമാണ്. വിശ്വാസത്തോടെ കണ്ണുകൾ അടച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കാൽ വിണ്ടുകീറി രക്തം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഗർഭാശയ മുഖത്തുള്ള ചില ക്യാൻസറുകൾ ഈ സമയത്ത് പരിപൂർണമായിട്ടും അത് സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇപ്പോൾ തന്നെ അത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ വല്ലാത്ത
വല്ലാത്ത തലവേദന നിമിത്തമായിട്ട്, തലവേദന കൊണ്ട് നിങ്ങൾ തലമുടിയൊക്കെ പിടിച്ച് വലിക്കും, അതുപോലെ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ കാണുകയാണ്. ദൈവമേ, ഇപ്പോൾ പരിപൂർണ്ണ സൗഖ്യത്തെ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സാമ്പത്തികമായി വല്ലാത്ത ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരെ കർത്താവെ അങ്ങ് തൊടണമേ കർത്താവെ. എന്ത് ലഭിച്ചിട്ടും എല്ലാം അത് ഒരു ഓട്ടസഞ്ചിയിലിടുന്ന പോലെ എല്ലാം നഷ്ടമായി പോകുന്ന ചില വ്യക്തികൾ കർത്താവെ, ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ സ്ഥിരതയുണ്ടാകട്ടെ കർത്താവെ. ജോലി സംബന്ധമായ വിഷയങ്ങളിൽ ചിലർക്ക് കർത്താവ് സ്ഥിരത നൽകുകയാണ്. അത്ഭുതകരമായി കർത്താവെ അങ്ങയുടെ പ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തിയതിനായി നന്ദി. ഏതുവിധ പ്രശ്നമാണെങ്കിലും ഇപ്പോൾ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിയാലും യേശുവിൻ്റെ നാമത്തിൽ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകട്ടെ. രോഗമാണെങ്കിൽ അത് സൗഖ്യമാകട്ടെ, സാമ്പത്തിക പ്രതിസന്ധികളാണെങ്കിൽ അത് മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, വിടുതലുകൾ, നന്മകൾ കർത്താവെ അങ്ങ് പകരണമേന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വെള്ളിയാഴ്ച പാറശാലയിലാണ്, ശനിയാഴ്ച തിരുവല്ലയിലാണ് നടക്കാനായിട്ട് പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഡെലിവറൻസ് ക്ലിനിക് കോഴിക്കോട്. ജൂലൈ 25-26 തീയതികളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെ SK പൊറ്റക്കാട് ഹാൾ, പുതിയറ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കോഴിക്കോട്. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാൻ വിളിക്കുക 8111996011.